കോട്ടയം കിടങ്ങൂരിൽ മീനച്ചിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൈപ്പുഴ സ്വദേശി ധനേഷ് മോൻ ഷാജിയാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച ചെക്ക് ഡാമിൽ സുഹൃത്തിനൊപ്പം കുളിക്കാനിറങ്ങിയ ധനേഷിനെ കാണാതാവുകയായിരുന്നു. ആലപ്പുഴയിൽ വീണ്ടും കുറുവാ സംഘത്തിന്റെ കവർച്ച. കോമളപുരത്തെ വീട്ടിലാണ് കുറുവാ സംഘം കവർച്ച നടത്തിയത്. പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് സംഭവം നടന്നത്. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊല്ലം മുഖത്തലയിൽ 12.5 ഗ്രാം MDMA-യും ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കരീപ്പള്ളി മുറിയിൽ മോഡേൺ ബംഗ്ലാവിൽ നൌഫലാണ് പിടിയിലായത്. സ്പെഷ്യൽ സ്ക്വാഡിന്റെ പട്രോളിംഗിനിടയിലാണ് പ്രതിയെ പിടികൂടിയത്. ആലപ്പുഴയിൽ ലൈബ്രറി വികസന സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തകോത്സവം 2024 സംഘടിപ്പിക്കും. നവംബർ 14 മുതൽ 16 വരെ തുമ്പോളി ശ്രീനാരായണ ഗുരു സ്മാരക സമിതി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പുസ്തകോത്സവം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും. തൃശൂരിൽ നിന്ന് സംസ്ഥാനതല ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള ഏകദിന പരിശീലനം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല മത്സരങ്ങൾക്കായി തൃശൂർ ജില്ലാ ടീമിനെ സജ്ജമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കൊല്ലം ശൂരനാട് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയുടെ തുടർച്ചയായാണ് ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. തിരുവനന്തപുരം വെള്ളനാട് ശമ്പള വിതരണം വൈകിയെന്നാരോപിച്ച് അങ്കണവാടി ജീവനക്കാർ പ്രതിഷേധിച്ചു. വെള്ളനാട് ബ്ലോക്ക് ICDS ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രശ്നം ചർച്ച ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചതോടെ അങ്കണവാടി ജീവനക്കാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. അന്യസംസ്ഥാനത്ത് നിന്ന് അരിയെത്തിച്ച് കുട്ടനാടൻ കർഷകരെ തകർക്കാനുള്ള ഗൂഢനീക്കം അനുവദിക്കുന്നില്ലെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് തോമസ് കുട്ടനാട്. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.